ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപികളെ യേശുവിന്റെ കാൽവരി കുരിശിൻ ചുവട്ടില് പരിശുദ്ധാമ്മ മാതാവിന്റെയും വിശുദ്ധ മിഖായേൽ ദൂതന്റെയും സകല വിശുദ്ധരുടെയും മാലാഹമാരുടെയും മാധ്യസ്ഥ ശക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് റോമ 16:20 വചനത്താല് ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും അഭിഷേകവും എല്ലാ ദമ്പതിമാരുടെ മേലും വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു അമ്മച്ചി പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ അമ്മച്ചിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി മരുമകളോട് പറഞ്ഞു, അടുക്കളയിൽ കയറി ചായയൊക്കെ ഇട്ട് ഭർത്താവിന് കൊടുക്കണം, ഇങ്ങനെയാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല ഉപദേശങ്ങൾ ഈ മരുമകൾക്ക് കൊടുത്തപ്പോൾ ഈ മരുമകൾ പറഞ്ഞു, എനിക്കിങ്ങനെ ചെയ്ത് ശീലങ്ങളൊന്നുമില്ല, അടുക്കളയിലേക്ക് കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കയ്യിലെ നെയിൽ പോളിഷ് പോകും, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചി മറുത്തൊന്നും പറയാതെ ഭക്ഷണം ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് ഈ മരുമകൾക്ക് ഒക്കെ കൊടുക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മരുമകൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മരുമകളുടെ വീട്ടിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നു. ഈ മരുമകൾക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഈ അമ്മച്ചിക്ക് വല്ലാത്ത വിഷമമായി. ഈ അമ്മച്ചി ഈ മരുമകളുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ മരുമകളുടെ അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങളുടെ മകളെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഒരു വീട്ടുജോലി ചെയ്യിക്കാൻ വേണ്ടിയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുടുംബജീവിതം മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അമ്മച്ചിക്ക് വല്ലാത്ത വിഷമമായി. അപ്പോൾ ഈ മകന് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതോർത്ത് വിഷമിക്കേണ്ട, അവള് പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. പല കുടുംബങ്ങളിലും മരുമകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെയും അമ്മയും തള്ളി പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ മകന് അമ്മയെ ചേർത്ത് പിടിച്ചു. ഇവര് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. ആ മരുമകൾ തിരിച്ചു വന്നു. അവര് ഇപ്പോൾ സമാധാനപരമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവര് സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ സുവിശേഷത്തില്, മത്തായിയുടെ സുവിശേഷത്തില് ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പല വിവാഹങ്ങൾ നടക്കുമ്പോൾ ഇവരിൽ നിന്ന് ദമ്പതിമാരിൽ നിന്നെല്ലാം കൃപ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വിശുദ്ധമായി കാണേണ്ട ദേവാലയത്തെ അശുദ്ധമാക്കുമ്പോൾ, നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിന്റെ മധ്യഭാഗത്തെ ആ നല്ല ചുവന്ന പരവതാനി ഇട്ടിരിക്കുമ്പോൾ ആ പരവതാനി ചില വിവാഹത്തിന് വേണ്ടി വരുന്ന പെൺകുട്ടികളൊക്കെ കാണുന്നത് ഫാഷൻ ഷോയുടെ റാമ്പായിട്ടാണ് കാണുന്നത്. കാരണം ഹിന്ദി സിനിമാ നടിമാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ കൂട്ട് മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ശരീരം എത്രമാത്രം പ്രദർശിപ്പിക്കാമോ അത്രമാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സക്രാരിയില് എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ വരിച്ച പൊന്നുതമ്പുരാൻ തിരുവോസ്തിരൂപനായിട്ട് ആ സക്രാരിയിൽ എഴുന്നള്ളിയിരിപ്പുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ ഇത് കാണിക്കുമ്പോൾ അനുഗ്രഹത്തെ കഴിഞ്ഞുപരിയായിട്ടാണ് ശാപമാണ് കടന്നു വരുന്നത്. പല വിവാഹങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നേരത്ത് കൈവിറയ്ക്കുമെന്ന് പറഞ്ഞ് ഒരു സ്മോളൊക്കെ കഴിച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അനുഗ്രഹത്തിന് പകരം ശാപം വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൃപ ലഭിക്കുവാൻ നമ്മൾ വിവാഹത്തിന് മുമ്പ് കെട്ടുകുമ്പസാരമൊക്കെ നടത്തും. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് മുമ്പ് കെട്ടുകുമ്പസാരം നടത്തണം. അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഒരു നല്ല കുമ്പസാരം നടത്തി കൃപയുള്ളവരായിട്ട് മാറണം. കൃപ നമ്മളിൽ ഉള്ളിലുള്ളപ്പോൾ നമ്മളെ ഇതിനെയൊക്കെ അതിജീവിക്കുവാനൊക്കെ സാധിക്കും. ഞാൻ അറിയുന്ന ഒരു സഹോദരി, ഈ സഹോദരി വിവാഹം കഴിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ സഹോദരി പങ്കുവച്ച അനുഭവമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മായിപ്പന് മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ രാത്രി ബൈബിള് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അമ്മായിപ്പൻ വന്ന് ഉപദ്രവിക്കുകയോ എന്നൊക്കെ ഓർത്ത് ബൈബിള് കെട്ടിപ്പിടിച്ച് പല ദിവസങ്ങളിലും കിടന്ന് കരഞ്ഞ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ അമ്മായിപ്പനിൽ നിന്നും അമ്മായിമ്മയിൽ നിന്നും
കുടുംബക്കാരിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ കളിയാക്കലുകളും മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ ഈ സഹോദരി ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ, ദൈവം ദാനമായി തന്ന മക്കളുടെ ഭാവി നശിച്ചു പോകാതെ ഇതെല്ലാം സഹിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വിശുദ്ധയായിട്ടുള്ള സ്ത്രീകളും ഈ കാലഘട്ടത്തിലുണ്ട്. കൃപ നിറഞ്ഞവരായിട്ട് മാറുവാൻ, ഇതുപോലെയൊക്കെയുള്ള വിവാഹങ്ങളൊക്കെ നടത്തി ഈശോയുടെ അനുഗ്രഹത്തിന് പകരം ശാപമൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കുംഭസാരത്തിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കൃപ ഉള്ളവരായിട്ട് മാറുവാൻ, കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞതുപോലെ കൃപയുള്ളവരായിട്ട് ഇതൊക്കെ ഗ്രഹിച്ച് നല്ല കുടുംബജീവിതം നയിക്കുവാൻ, നല്ല അപ്പനും അമ്മയും ആകുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എല്ലാ കുടുംബങ്ങളോടും കൂടെ, എല്ലാ ദമ്പതിമാരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.